സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ പ്രണയിക്കുന്ന ധാരാളം പേര് ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മളെ വിട്ടുപോയ മേഘനാഥൻ ചേട്ടൻ, പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ സിനിമകൾ നമ്മൾ ആലോചിക്കുമ്പോൾ കണ്ടതിപ്പോഴും മറന്നുപോയിട്ടില്ല. എത്രയോ വർഷക്കാലം പാലങ്കി നായർ സാറ് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി. എന്നാൽ മകന് വേണ്ട രീതിയിൽ നമ്മൾ അവസരം കൊടുത്തോ, മകൻ അതുപോലെ ഉയർന്നോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ നിൽക്കുകയാണ്. മേഘനാഥൻ എന്നാൽ പിതാവിനേക്കാൾ മിടുക്കൻ എന്നാണ് രാവണനും രാവണൻ്റെ പുത്രനായ മേഘനാഥനെയും വെച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത്. മേഘനാഥന് മറ്റൊരു പേരുണ്ട്, ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ എന്നാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്ദ്രജിത്തുമാരാണ്. പക്ഷേ അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പല പൂജകളിലും കാണാറുള്ള, സിനിമ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് സഹോദരങ്ങളുമായിട്ട് ഞാനിപ്പോൾ അടുത്ത ബന്ധം പുലർത്തുന്നു. അതിൽ ഞാൻ കണ്ടത് 95% അല്ലെങ്കിൽ 90%ലധികം പേരും സിനിമാ മോഹങ്ങളുമായി നടക്കുന്നവരാണ്, പ്രണയങ്ങളുമായി നടക്കുന്നവരാണ്. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലയിടത്തും ഞാൻ 2 വാക്ക് പറയുന്നത്. കാരണം മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഏകദേശം ഒരു 2000-ഓളം ഷോകൾ 15-17 വർഷം പ്രസംഗിച്ചിരുന്നു. നിങ്ങൾക്ക് സിനിമാ മോഹമാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയൊരു വ്യത്യാസമുണ്ട്. സിനിമാ മോഹമാണെങ്കിൽ ആ മോഹത്തിൽ പ്രശസ്തി ഉണ്ടാവും, ആ മോഹത്തിൽ പണമുണ്ടാകും, മറ്റ് അംഗീകാരങ്ങളുണ്ടാകും. എന്നാൽ നമ്മൾ സിനിമയെ പ്രണയിക്കുകയാണെങ്കിൽ, ഹേമ കമ്മീഷനിൽ പറഞ്ഞ 2 വാക്കുകൾ, ഹിറ്റായ 2 വാക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. സിനിമയെ പ്രണയിക്കുന്നവർ ഏതു തരത്തിലും കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവേണ്ടി വരും. ഈ കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ പലയിടത്തും വിളിച്ചു പറയാറുണ്ട്. ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറയാം. ബിഗ് ബോസ് കഴിഞ്ഞ് 2020 കഴിഞ്ഞ് ലാലേട്ടൻ ആണ് സിനിമയിലേക്ക് ക്ഷണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും. അതിന് മുമ്പ് കോളേജിൽ പഠിക്കുമ്പം 54ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞു, നാടകം, മൈം, മോണോആക്ട്, അങ്ങനെ 7 കോളേജുകളിലായി യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കലാപരിപാടികളിൽ സർട്ടിഫിക്കറ്റ് നേടി. പക്ഷെ പിന്നെ കാലടി ശങ്കര കോളേജിൽ അധ്യാപകനായിട്ട് കയറിയപ്പോൾ കലയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിഞ്ഞതേ ഇല്ല. ജീവിത പ്രാരാബ്ദങ്ങളിൽ മറ്റു പല വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷെ തിരിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ 2020 ബിഗ് ബോസിലെത്തി ഈ കലാമേഖലയിലേക്ക് വന്നപ്പോൾ, എന്നാൽ കലാമേഖലയ്ക്ക് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ കുറേ നാൾ ജീവിക്കണം എന്ന ആഗ്രഹം തോന്നി. അവിടെയാണ് ആ പ്രണയത്തിൽ സിനിമയെ പ്രണയിക്കാൻ തുടങ്ങി. ആ പ്രണയിച്ചതുകൊണ്ട് തന്നെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും വളരെയധികം ആവശ്യമാണെന്ന് മനസ്സിലായ ഒരു ഫീൽഡാണ്. ഇന്ന് ഈ നിമിഷം പറയുമ്പോൾ ഏകദേശം 24 സിനിമയോളം ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് 5-6 എണ്ണം പുറത്തിറങ്ങി. അതിലൊന്ന് ഈശോ എന്ന് പറയുന്ന ജയസൂര്യ മാഷിൻ്റെ ഫിലിമായിരുന്നു. അതിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടറായിരുന്നു. ഏകദേശം 4-4.5 കോടിക്ക് നാരായൺ കാർത്തികൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് സോണി ലൈവ് 10 കോടി കൊടുത്തെടുത്ത ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു കൊറോണ സമയത്ത്. ഇനിയിപ്പോൾ കുറേ സിനിമകൾ വരാനായിട്ട് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ പറയാൻ വന്നത്, ഈ 24 സിനിമയിലൂടെ എനിക്ക് 2 ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല. എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചു. അതിലൂടെ എനിക്ക് ഏകദേശം സീരിയലിൽ മാത്രം ഒരു 2-2.5 ലക്ഷം രൂപ കിട്ടി. ഞാനിത് പറയാൻ കാരണം, സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ കിട്ടിയ 4 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം, എത്ര ലക്ഷം ആയിക്കോട്ടെ, ആ കിട്ടിയതിലോ 2 ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ 1,90,000 രൂപയിലധികവും വൃദ്ധസദനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്കുമായിരുന്നു സമർപ്പിച്ചത്. കാരണം ഞാൻ സിനിമയിലേക്ക് വന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല. പ്രശസ്തി ബിഗ് ബോസിലൂടെ തന്നെ ആവശ്യം പോലെ ഉണ്ട്. ഞാൻ വന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ സിനിമയെ പ്രണയിക്കുന്നത് സിനിമയുടെ പണം കണ്ടിട്ടല്ല. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത്, എനിക്ക് ക്യാരവൻ വേണ്ട, മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ മാറും. പൈസ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ എന്നെ വിളിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇല്ലായ്മയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പോൾ സിനിമയെ പ്രണയിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കലാകാരൻ എന്ന പേരെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു കലാകാരനായി വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ കടത്തിണ്ണയിൽ കിടക്കാനുള്ള കോംപ്രമൈസിന് നമ്മൾ തയ്യാറായിരിക്കണം. അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ ഉദ്ദേശിച്ച കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും ഇതാണ് കേട്ടോ. അങ്ങനെ ഇല്ലായ്മയിൽ പ്രൊഡ്യൂസറിനോടൊപ്പവും കാരണം കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും പറഞ്ഞപ്പോൾ ചിലരുടെ കണ്ണുകളിങ്ങനെ വികസിച്ച് വരികയായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച് ഇതും കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. ഞാൻ അഭിനയിച്ച ചില സിനിമകളിൽ ചിക്കനും മട്ടനും ഇല്ലാത്തതിന് കുറ്റം പറഞ്ഞ കുറച്ച് പേരുണ്ട്. അതിനകത്ത് വെജിറ്റേറിയൻ ആയിപ്പോയലുണ്ട്.
അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്നത് ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിലെ താഴേക്കിടെ നിൽക്കുന്ന എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടാകണം എന്ന് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി. ഇപ്പോൾ EVM അലി എന്ന് പറയുന്ന സാറ് 30 വർഷത്തിലേറെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് സിനിമാ ലോകത്ത് ജീവിച്ച് പ്രവർത്തിച്ച്, അതുപോലെ എന്നെ ഇതിലേക്ക് വിളിച്ചത് ഷൗക്കത്തിക്കയാണ്. അദ്ദേഹം വിളിച്ചപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. ഇന്ന് തന്നെ പല ഫീൽഡുകളിലും പോകുന്നുണ്ട്. അപ്പോൾ പൂജകളിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ്. ചിലതിൽ വേഷങ്ങളുണ്ടാകും, ചിലതിൽ വേഷങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കുറിച്ച് ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല. എന്നെ വേണമെന്നുള്ളവർ ഉപയോഗിക്കട്ടെ. കാരണം സിനിമ എന്ന് പറയുന്ന ആ മീഡിയത്തിന് നമ്മളെ ആരെയും ആവശ്യമില്ല. പക്ഷെ നമുക്ക് സിനിമയെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി നടക്കുക തന്നെ വേണം, നമ്മൾ കാല് പിടിക്കുക തന്നെ വേണം. വൺസ് നിങ്ങളുടെ ദിവസം വരും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ അണയാതെ ഒരു തീ ഉണ്ടാവണം. പക്ഷെ തീയായിട്ട് കിടക്കരുത്. ഞാൻ ചിലർക്ക് പറഞ്ഞ പോലെ അത് കനലായിട്ട് മാത്രമേ കിടക്കാവൂ. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു പൂജയ്ക്ക് പോയി. അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തി വയ്ക്കാം. കാരണം വേറൊരു പൂജയിൽ ഞാൻ ഒരു വില്ലൻ ചെയ്യുന്നൊരു ഫിലിമിൻ്റെത് പൂജ ഇന്ന് തന്നെയാണ്. ഞാൻ സാറിനോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം, പോയ പരിപാടിയിൽ ഒരു റീൽസ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആരോ തന്നെ എടുത്തിട്ട റീൽസാണ്. ഏകദേശം 5 ദിവസം കൊണ്ട് 1.5 ലക്ഷം അടുപ്പിച്ച് അതിലൂടെ വ്യൂവേഴ്സ് കണ്ടുപോയി കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ 3500ഓളം കമൻസുകൾ, ലൈക്കുകൾ അതിനകത്തുണ്ട്. നല്ല കുറേ കമൻസുകളുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു 15 വൃത്തികെട്ട കമൻസ് ഉണ്ട്. സോ 3500 ലൈക്കുകളല്ല അവിടെ പ്രധാനം. ഞാൻ കൊടുക്കുന്നത് 1.5 ലക്ഷം പേര് കണ്ടു എന്നുള്ളതല്ല ഞാൻ കൊടുക്കുന്നത്. 15 പേര് എന്നെ തെറി വിളിച്ചു എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഈ തെറി വിളിച്ചവരെ എങ്ങനെ മറുപടി കൊടുക്കാം എന്നുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ തീ അല്ലെങ്കിൽ കനലിനെ ഊതി ജ്വലിപ്പിക്കാറുള്ളത്. അതിൽ ഒരു കമൻറ്റ് എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം. നിങ്ങൾക്കും ധാരാളം കമൻറ്റുകൾ കിട്ടും കേട്ടോ. കമൻറ്റ് ഒന്ന് ഇതാണ്: 2000-2015 വർഷങ്ങളിൽ, ആ 15 വർഷം ഇങ്ങേര് ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്ത് ഇങ്ങേര് കോമാളിയെ പോലെയാണ് നടന്നിരുന്നത്. എന്നാൽ ആ മനുഷ്യനെ അതിൽ തന്നെ പറഞ്ഞൂടെ, ഇപ്പം ഈ മനുഷ്യനെ കണ്ടാൽ കൊള്ളാൻ നല്ല സ്മാർട്ടായിട്ടുണ്ടെന്ന്? അത് പുള്ളി പറഞ്ഞിട്ടില്ല. അതിൻ്റെ താഴെ അതിന് സപ്പോർട്ട് ചെയ്ത് വേറൊരു മഹാൻ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ഇവൻ കോമാളി വേഷവും കെട്ടിക്കൊണ്ടാണ് നടന്നത്. എന്നാൽ ഇങ്ങേർക്ക് പറഞ്ഞൂടെ അന്ന് ഞാൻ നല്ലതായിരുന്നെന്ന്? കൊന്നു കളഞ്ഞ മലയാളിയിൽ കുറച്ച് പേര് നമ്മളെ നല്ലത് പറയില്ല. അതുകൊണ്ട് തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കളർഫുൾ ഡ്രസ്സ് ഫംഗ്ഷനുകൾക്ക് ഇട്ടുകൊണ്ട് വരുന്നതിന് കാരണങ്ങൾ, എന്നെപ്പോലെ സിനിമയെ പ്രണയിക്കുന്ന ഏത് വേഷവും ചെയ്യാൻ. ഇപ്പം PKയിൽ അമീർ ഖാൻ ചെയ്ത പോലെ അലിസാർ എന്നോട് പറയുകയാണ്, ന്യൂഡായിട്ട് ജനിച്ച വേഷത്തിൽ ഇപ്പം ഇവിടെ നിന്നെടുത്ത് ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചാൽ ഐ വിൽ ഡു ദാറ്റ്. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. കാണണമെന്നുണ്ടെങ്കിൽ ആർക്കുള്ളോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ക്യാമറ ഉണ്ടായിരിക്കണം, ക്ലാപ്പോഡ് ഉണ്ടായിരിക്കണം, റോള് പറഞ്ഞിരിക്കണം, ആക്ഷൻ പറഞ്ഞിരിക്കണം, ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് ഒരു സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഡയറക്ടർ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് അഴിച്ചു മാറ്റാൻ നമ്മൾ ആ കാസ്റ്റിംഗ്, ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ടൈറ്റാനിക്കിലെ നായികയും നായകൻ വരെ എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സും നമുക്ക് ചെയ്യാൻ കഴിയണം. നമ്മളെല്ലാവരും ഇപ്പം എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ പറയുന്നുണ്ട്, സാറേ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂതറ വേഷം തന്നാൽ മതി. ഈ നല്ല വേഷം എന്നാണ് നമ്മൾ പോയി പലരോടും പറയുന്നത്. ഈ നല്ല വേഷം എന്ന് പറയുമ്പം പലരും വിചാരിക്കുന്നത് ഡോക്ടർ, അധ്യാപകൻ, എഞ്ചിനീയർ, വക്കീൽ, കുട്ടപ്പനായിട്ട് നടക്കുക. ഞാൻ ഈ ഡയലോഗ് മാറ്റി, ഞാൻ ഷൗക്കത്ത് കേടേം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഏതെങ്കിലും കൂതറ വേഷം, ആരും ചെയ്യാത്ത വൃത്തികെട്ട തറ വേഷങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, ഞാനത് ചെയ്യാൻ റെഡിയാണ് എന്ന്. അതിനുവേണ്ടി ഞാൻ ചെയ്തൊരു മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി അങ്ങ് തരാം. വേറൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ ഈഗോ അങ്ങ് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ രജിത് കുമാർ, അല്ലെങ്കിൽ രജിത് കുമാർ IAS, അല്ലെങ്കിൽ രജിത് കുമാർ IPS, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സ്ഥാനമാനങ്ങളും ഒക്കെ എടുത്ത് ദൂരെ അങ്ങ് കളയുക. എന്നതിന് ശേഷം ഒരു ആർട്ടിസ്റ്റായിട്ട്, ഒരു സാധാ മനുഷ്യനായിട്ട്, അപ്പം ഈ വേഷം കെട്ടുകൾ ഫംഗ്ഷന് വരുമ്പം വൃത്തിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനും നിങ്ങൾക്കും എനിക്കും പരസ്പരം കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. പക്ഷെ വൈകുന്നേരം നിങ്ങളെന്നെ നോക്കിയാൽ തോർത്തു കൊടുത്ത് ആലുവ തട്ടുകടയുടെ ഫ്രണ്ടിലും മറ്റ് പല സ്ഥലത്തും 60 രൂപയുടെ മുണ്ടിലും ഒരു വൃത്തിയില്ലാതെ ഞാൻ നടക്കുന്ന കാണാൻ പറ്റും. ദാറ്റ് മീൻസ് അത് എന്നിൻ്റെ ഉള്ളിലെ ചാരിറ്റിയാണ് കാണിപ്പിക്കുന്നത്. 3 വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മളിവിടെ നിന്ന് നാളെ പോകും. ഇന്ന് മേഘനാഥൻ ചേട്ടൻ പോയെങ്കിൽ ബാക്കി പലരും ഇന്ന് ആ ക്യൂവിലാണ്, പോയേ പറ്റൂ. സോ നമ്മൾ നാളെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ വരെ ചെയ്ത നന്മ അല്ലെങ്കിൽ പുണ്യം. അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, നീ പുണ്യം ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് 3 കാര്യങ്ങൾ: 1 നീ നേടിയ പ്രാർത്ഥന, 2 നീ നേടിയ ജ്ഞാനം,
3, നിൻ്റെ ആത്മാവ് നേടിയെടുത്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കാനുണ്ടാകണം. പലപ്പോഴും നമ്മൾ പോയി എന്താണ് പ്രാർത്ഥിക്കുക? എനിക്കെല്ലാം തരണേ, അല്ലെ എൻ്റെ മക്കൾക്കെല്ലാം കൊടുക്കണേ, എൻ്റെ കുടുംബത്തിനെല്ലാം കൊടുക്കണേ എന്ന്. ഞാൻ ഇന്നിവിടെ വരാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഞാൻ പ്രാർത്ഥിച്ചതല്ലോ. ഞാനിത് പോകുന്ന ഫംഗ്ഷനുകളിൽ പൂജയും പരിപാടിയും ആ ഷൂട്ടിങ്ങും എല്ലാം ഗംഭീരമായി മുടങ്ങാതെ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ. സാറേ ഇത് ഒറ്റ ഷെഡ്യൂൾ തന്നെയല്ലേ? അല്ലേ? ഒറ്റ ഷെഡ്യൂൾ തന്നെ. ചിലപ്പം 2 ഷെഡ്യൂൾ ഉണ്ടാവും. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ, തടസ്സമൊന്നും ഉണ്ടാവാതെ ഭംഗിയായിട്ട് ഈ സിനിമ ഭംഗിയായിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവണേ. അതിൽ എൻ്റെ സാന്നിധ്യവും കൂടെ കൊടുത്തുകൊണ്ട് ഈ സിനിമയൊന്ന് വിജയിപ്പിക്കണേ. താങ്ക് യു.